പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 24ാമത്തെ ചാപ്റ്ററായ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന അധ്യായം, അതായത് സദ്ഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്നും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% നമ്മൾ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വരുന്ന 1 മാർക്ക്, 2 മാർക്ക്, അതിൻ്റെ 4 മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡിലും അതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഗൈഡ് എല്ലാ വിഷയത്തിൻ്റെയും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫൈൻ ഗുഡ് ഗവേണൻസ്. എന്താണ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നതാണ് പറയുന്നത്. നല്ല ഗവൺമെൻറ്റുകൾ തങ്ങളുടെ അധികാരങ്ങളും നയങ്ങളും പ്ലാനുകളും ജനലക്ഷ്യമാക്കി രൂപീകരിക്കുന്നു. ജനങ്ങൾ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നു. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിന് മാത്രമേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്ന രീതിയിൽ, ജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ ഗവൺമെൻറ് ഭരണം നടത്തുമ്പോൾ ജനങ്ങൾ ആ രീതി സ്വീകരിക്കുകയാണ്. അതാണ് ഗുഡ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഐഡന്റിഫൈ ദി ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് ആണ്. ഒരു നല്ല ഗവൺമെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. കൗടില്യന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഗവൺമെന്റ് നിയമവാഴ്ച നടപ്പാക്കണം, ജനങ്ങളെ ഭരണത്തിൽ പങ്കെടുപ്പിക്കണം, തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം നീതിയായിരിക്കണം, അഴിമതി വിമുക്തമായ ഒരു ഗവൺമെന്റ് ആയിരിക്കണം എന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്കസ് ദി മെയിൻ ഹിൻഡ്രൻസസ് ടു ഗുഡ് ഗവൺമെന്റ്. ഹിൻഡ്രൻസസ് എന്ന് പറഞ്ഞ തടസ്സങ്ങളാണ്. നല്ല ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതിയാണ്. അഴിമതി ലോകവ്യാപകമായ ഒരു പ്രതിഭാസമാണ്. വ്യാപകമായി കൊണ്ടിരിക്കുന്ന അഴിമതി തടയാൻ പല നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഒന്ന്, ദേശവ്യാപകമായി പൊതു താൽപര്യ കോടതികൾ സ്ഥാപിക്കുക. 2, നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക. 3, ബ്യൂറോക്രസിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക. 4, രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുക. 5, അഴിമതിയിലൂടെ നേടിയ സ്വത്തുവകൾ പിടിച്ചെടുക്കുക. രണ്ടാമതെന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, ജനപ്പെരുപ്പാണ്. ജനസംഖ്യ വർധനവിന്റെ ഫലമായി തൊഴിലില്ലായ്മയും പാർപ്പിട ദൗർലഭ്യവും പരിസ്ഥിതി മലിനീകരണം സംഭവിക്കുന്നു. വികസനങ്ങളൊന്നും തന്നെ ഫലമില്ലാതെ വരുന്നു എന്നതാണ്. 3 പറയുന്നത് സാംസ്കാരിക ലഹളകളാണ്. പ്രശ്നബാധിത പ്രദേശത്ത് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ആരും തന്നെ തയ്യാറാകില്ല. തീവ്രവാദം ഒരു നല്ല ഗവൺമെന്റിന് പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. തീവ്രവാദികളെ ബോധവൽക്കരണത്തിലൂടെയും മറ്റും സമൂഹത്തിന്റെ പൊതുധാരണയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഒരു രാജ്യത്തെ ക്രമസമാധാന നില തൃപ്തികരമാണെങ്കിൽ ആ ഗവൺമെന്റിന് പുരോഗമനപരമായ മറ്റു കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയും. ക്രമസമാധാന നില തകരലായ ഒരു രാജ്യത്തേക്ക് മൂലധനം മുടക്കാൻ മറ്റൊരു രാജ്യമോ വ്യക്തിയോ തയ്യാറാകൂല എന്നുള്ളതാണ്. ഇനി 4ാമത്തെ ചോദ്യമാണ്, ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ യൂസ്ഫുൾ ഇൻ ഗുഡ് ഗവേണൻസ്. ജനങ്ങളുടെ പങ്കാളിത്തം ഗവൺമെന്റിന്റെ നല്ല ഭരണത്തിന് ഉപയോഗപ്രദമാകുന്നു. അതിന്റെ ആൻസർ വരുന്നത്, ഗവൺമെന്റിന്റെ നയ തീരുമാനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് വളരെ ആരോഗ്യപരമായ ഒരു പ്രവണതയാണ്. ഏതെങ്കിലും ഒരു സാമൂഹിക സംഘടനയിലോ താല്പര്യ ഗ്രൂപ്പുകളിലോ രാഷ്ട്രീയ പാർട്ടികളിലോ അംഗമായാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ഒരു വ്യക്തിക്ക് കഴിയുമെന്നതാണ്. അടുത്ത ചോദ്യമാണ് 5ാമത്തെ, ഡിഫൈൻ ദി റോൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആസ് മീൻസ് ഓഫ് ഗുഡ് ഗവേണൻസ്. ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനത്തിന് കമ്പ്യൂട്ടറിന്റെയും വിവര സാങ്കേതിക വിദ്യയുടെ പങ്ക് എന്താണ്? ആധുനിക വിവര സാങ്കേതിക വിദ്യകൾ നല്ലൊരു ഗവൺമെന്റിനെ സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റ് നിയമങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും വേഗം കമ്പ്യൂട്ടറിലൂടെ ജനങ്ങൾ അറിയുന്നു. ഇന്ന് പല ഗവൺമെന്റ് സേവനങ്ങളും വളരെ വേഗത്തിൽ
കമ്പ്യൂട്ടറിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയങ്ങളുടെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതണമെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ മൊബൈലിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഓൺലൈൻ +2 SSLC നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.